വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. ഇത് എന്തായിട്ടാ ശരിക്കും? വെണ്ടയ്ക്ക ഫ്രൈ, ബിണ്ടി ഫ്രൈ എന്ന് പറയും. ബിണ്ടി ഫ്രൈ. ഇത് വെറുതെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. ഇത് ആദ്യം വെറുതെ ഫ്രൈ ചെയ്തെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് മസാലയൊക്കെ ഇടുന്നത്. മസാല ഇടുമല്ലേ? സവാള അരിഞ്ഞ് ഫ്രൈ ചെയ്ത് സവാളയുടെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് ഇട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വെണ്ടയ്ക്ക അതിലേക്ക് ഇടും. ബ്രൗൺ കളറായി കഴിയുമ്പോൾ അത് കഴിയുമ്പോഴാണ് മസാലകളൊക്കെ ഇടുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി ഇത്രയും ചേർത്ത് ഫ്രൈ ചെയ്ത് എടുത്ത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇല്ല ഒന്നുമില്ല, കഴുകി തുടച്ചെടുക്കും, എന്നിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ആദ്യമേ നല്ലത് നോക്കി എടുക്കും, മുറ്റിയത് മാറ്റിയെടുത്തിട്ട് പിന്നെ കഴുകിയിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കും. ജലാംശം ഉണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. തീ എണ്ണ വെണ്ടയ്ക്ക് നല്ല മണല്ലേ? വെണ്ടയ്ക്ക് വറുത്ത് കോരുമ്പോ നല്ല ഫ്ലേവർ ആട്ടോ, ഉഗ്രം മണാണ്. അപ്പൊ ഇത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാൻ പോവാണ്, നമുക്ക് അതൊന്ന് കാണാം. ഇതും ഇതോടെ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പോഴേ സവാള വെച്ച് ഫ്രൈ ചെയ്താലേ ഇതാകുമ്പോഴത്തേനും ആവുള്ളൂ. നമ്മള് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉരുളിയിലോട്ട് എണ്ണ ഒഴിച്ചേക്കാതെ ചെറുതായിട്ടൊന്ന് ചൂടാവണം, ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്താ ഉലുവയാണ് ആദ്യം ഇടുന്നത്. ഉലുവ ഇടാൻ പോവാണ്. ഉലുവ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ജീരകം, ചെറുജീരകം, ഇഞ്ചി ചോപ്ഡ് ജിഞ്ചർ അതിട്ടു. നമ്മുടെ പച്ചമുളക്, ഗ്രീൻ ചില്ലി അത് ഇട്ടു. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുന്നു. അത് നല്ല ബേണർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അല്ലേ? സവോള ഇവിടെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചല്ലേ, തൊടാ കംഡാലോ കുറച്ചിട്ടു. ഇതൊന്ന് ഇളക്കണം, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടി വരണം, ബ്രൗൺ കളറാണ്. നന്നായിട്ട് വാടി നല്ല ബ്രൗൺ ആയിട്ടിരിക്കണം. നമ്മുടെ പച്ചക്കറിയുടെയും ബാക്കി സവോളയുടെയും പച്ചമുളകിന്റെ എല്ലാത്തിൻ്റെയും ആ ഒരു പച്ചപ്പ് മാറണം. നല്ല ഫ്രൈ ആക്കിയിട്ട് ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 3 ഉണ്ട ഇട്ടിട്ടുണ്ട്. ഇത് എന്തൊക്കെ ബാക്കിയായ? ഇത് പനീർ കോപ്ത. കോപ്ത എന്ന് പറയും. അത് പനീറാണോ? അത് പനീറാണ്. പനീറും കുറച്ച് പൊട്ടറ്റോയും കൂടെ ചെയ്യും. പനീർ മാത്രമായിട്ട് അങ്ങനെ ബോൾ ചെയ്ത് പിടിക്കാൻ പറ്റില്ല. കുറച്ച് പൊട്ടറ്റോയും കൂടി ചേർത്ത് ബോൾ ചെയ്ത് പിടിക്കണം. എന്നിട്ട് അത് ഗ്രേവിയിലിട്ടാക്കും. അതെ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മൾ ചേർക്കാൻ പോകണം. അപ്പം മസാല ഇടാൻ പോവാണ്. ആദ്യമേ നമുക്ക് തക്കാളി ഇടണം. കുറച്ച് തക്കാളി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പ്, ലേശം ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി 2 സ്പൂൺ ഇടണം. 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മിക്സ് ചെയ്യണം. മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടാണ്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാറുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇടാൻ പോവാണ്. വെണ്ടയ്ക്ക ഇട്ടു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക കുഴയത്തും കൂടി ഇല്ല അല്ലേ? കുഴയില്ല. ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ കുഴയില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ട ചേട്ടാ? ഇനി ഒന്നും ചെയ്യണില്ല. ഇനി ഫ്രൈ ചെയ്യാനൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുറച്ച് പ്ലേറ്റിലേക്ക് എടുത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇടും. ഡെക്കറേഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ, അതായത് ബാജി ഫ്രൈ, ബിണ്ടി ഫ്രൈ, ബാജി എന്ന് പറഞ്ഞ പച്ചക്കറി അങ്ങനെയും പറയും, കുഴപ്പമൊന്നുമില്ല. ബിണ്ടി ഫ്രൈ അതും പറയാം. ബിണ്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടാ, ഞാൻ ഇനിയിപ്പോൾ അധികം വൈകിക്കാണ്ട് അങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇരിക്കാം. നമുക്ക് കഴിക്കാം. അങ്ങോട്ട് ഫ്രണ്ടിൽ പോയിരിക്കുകയാണ് ഞാൻ. ഇതെല്ലാം നമ്മുടെ സാധനം കൂടി അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് കഴിക്കാം. ഞാൻ ഇപ്പം കൊണ്ടുവരാം. ധൃതി വെക്കരുത്.
എന്തായാലും അവിടെ പോയിരിക്കാം. പിണ്ടിയുടെ മണം വന്നപ്പോഴേ പിണ്ടിയുടെ മണം വന്നപ്പോഴാണ് ആ മസാലയുടെ മണമൊക്കെ വന്നപ്പോൾ വീണ്ടും പൊരുന്ന് കഴിക്കാം. നമ്മളുണ്ടാക്കിയ സംഭവങ്ങളും പിന്നെ വേറെ ആലു ഗോപിയും കൂടി വെച്ച് വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ആലു പൊറോട്ട, ഗോബി പൊറോട്ട, മൂലി പൊറോട്ട, ഗോബി പൊറോട്ട, തന്തൂർ റൊട്ടി, പിന്നെ ഫുൾക്ക റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കൊണ്ടുവരും, നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, തണുത്ത് പോയി, അത് കാരണം വേറെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിതിപ്പോൾ മലയാളികൾ വരവ് എങ്ങനെയുണ്ട് ഇവിടെ? മലയാളി കുഴപ്പമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. ചില ദിവസങ്ങൾ നല്ലോണം ഉണ്ടാവും, ചില ദിവസങ്ങളൊക്കെ മോശമായിരിക്കും. ബാക്കി വിദേശം, അതായത് നമ്മുടെ മലയാളികളല്ലാതെ തമിഴ്നാടിനും ബാക്കി വരുന്നുണ്ട്. ഏതുതരം കസ്റ്റമേഴ്സാണ് കൂടുതലും? കൂടുതൽ ഹിന്ദിക്കാർ തന്നെയാണ്, അത് കഴിഞ്ഞ പിന്നെ മലയാളീസാണ്. ഓക്കെ, ഫുൾക്ക റൊട്ടി. ഇതാലും അത് ആലു പൊറോട്ട. നേരത്തെ പറഞ്ഞ ഇതും മറ്റേ ബേക്കി, അതായത് നമ്മുടെ തൈരും കൂടെ നല്ല ടേസ്റ്റ്, ഉപ്പും കുരുമുളകും കൂടെ ഇടണം. അപ്പോൾ തൈരിൽ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് എങ്കിലേ നല്ല അതിൻ്റെ കോമ്പിനേഷൻ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നൈസായിട്ട് നമ്മുടെ പൊട്ടറ്റോ ചേർന്ന് നല്ല പൊടിച്ച് പൊടിച്ച്, പിന്നെ അതിൻ്റെ ആ തൈരിൻ്റെ ആ ഒരു പൊളിയും കൂടി വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ. ഇതൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇത് വേറൊരു സാധനം വന്നിട്ടുണ്ട്, ലസ്സി. ഇതപ്പോൾ എങ്ങനെ നമ്മൾ തൈര് പഞ്ചസാര കുറച്ച് ഐസും കൂടെ വരും, അപ്പം നല്ല തണുപ്പും കിട്ടും, മധുരം ഉണ്ടാവും. നമ്മളാണ് ഗോബി. ഇത് നമ്മൾ പുളർക്കുമ്പോൾ, അതായത് പിച്ചുമ്പോൾ തന്നെ ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് വരും. കുറച്ച് കറിയോടെ എടുക്കണം, അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും. വെണ്ടയ്ക്ക ഫ്രൈ ഇത് തന്നെ മതി കറിയായിട്ട് മതി, എന്നാലും ഇപ്പോൾ കഴിക്കാനെങ്കിൽ ഒരു ടേസ്റ്റ് വേറെ കിട്ടും. തൈരും ചപ്പാത്തി, ഇങ്ങനത്തെ ചപ്പാത്തി ഞാൻ ഇഷ്ടപ്പെട്ടു. ചപ്പാത്തി ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കറിയുടെ കൂട്ടി കഴിക്കാനായിട്ട്. പൊറോട്ടയുടെ കൂടെ തൈരാണ് നല്ലത്, എന്നാലും നമ്മൾ കറി വാങ്ങിക്കും. നമ്മൾ വെണ്ടയ്ക്ക ഉണ്ടാക്കണ അല്ലാതെ കുഴമ്പല്ല. അല്ലല്ല, അത്രയാവില്ല, ഫ്രൈ ചെയ്തെടുക്കുന്നത് കാരണം ഇങ്ങനെ വരുള്ളൂ. കുഴച്ചപ്പം മൊത്തം മസാലയും കൂടി ആ വെണ്ടയ്ക്കുണ്ടാക്കി കയറി പിടിക്കും. നമ്മളെ മൂലി പൊറോട്ട. റാഡിഷാണോ? റാഡിഷാണ്. ശരിക്കും ആൾക്കാർ വീണ്ടും കൊണ്ടുവരാൻ തോന്നുന്നു. ഗോപിയല്ല, ചെറിയൊരു ഡ്രൈ, നമ്മുടെ റൊട്ടി, ഫുൾക്ക റൊട്ടി. ഫുൾക്ക റൊട്ടി ഇത് കൂട്ടോ? തൈര് എല്ലാത്തിനും കൂട്ടും അല്ലേ? ഗോതമ്പ് കുറച്ച് ചൂടല്ലേ, തൈര് കൂട്ടുന്നത് നല്ലതല്ലേ? നല്ല തണുപ്പ് കഴിയപ്പം തന്നെ. നമ്മൾ ലസ്സി ഒന്നും കഴിക്കില്ല. ഈ ഒരു ചൂടാകുമ്പോൾ ലസ്സി ധാരാളം പോകും. ഇപ്പൊ തന്നെ ധാരാളം ഞാൻ പോയി കാണിച്ചു തരാം. എന്തായാലും ചേട്ടാ, ഉച്ചയ്ക്ക് എന്തായാലും ഈ ഫുഡിന് പോകുന്ന അത്രയും ലസ്സിയും പോകും. അല്ലേ? എല്ലാവരും ലസ്സി വാങ്ങി, വരുന്നവരെല്ലാവരും ലസ്സി വാങ്ങിക്കും. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്ന് എന്തായാലും കൺഗ്രാജുലേഷൻസ്. ഇവിടെ 10 വർഷത്തിന് മുമ്പാണ്, എന്തായാലും ഇപ്പോഴാണ് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഞാൻ വളരെ നന്ദിയുണ്ട് ഇതൊക്കെ തന്നതിനും. എങ്ങനെയാണ് കാണിച്ചത്? നമ്മുടെ കറക്റ്റ് സ്ഥലം ഇത് തമ്പാനൂർ കൈരളി തിയേറ്റർ കഴിഞ്ഞ് വരുമ്പോൾ മനോരമ റോഡ് ഇപ്പുറത്ത്. ഇത് ജസ്റ്റ് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നു, കൊല്ലത്തോട്ട് പോകുന്ന റോഡിലാണ് നമ്മുടെ ധാബ, പഞ്ചാബി ധാബ, ശർമ്മ പഞ്ചാബി ധാബ വരിക. ഇവിടെ സേതു ചേട്ടൻ ഉണ്ടാവും. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പഞ്ചാബി ഭക്ഷണങ്ങൾ നല്ല ചൂടോടെ ഞാൻ കഴിക്കാം. ചൂടിനാറ്റാൻ ലസ്സിയും ഉണ്ട്, എല്ലാം അല്ലേ? വരിക. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം.